നമ്മളിത് നോക്കാൻ പോകുന്നത് മെഗ് 14 മൊഡ്യൂൾ 5 യൂണിറ്റ് 3 ആണ്. അതിൽ ഹെഡ് മാസ്റ്റർ പ്രോൺ ചാനൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ കഥയിൽ പറഞ്ഞാൽ ഇതൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററിൻ്റെ കഥയാണ് പറയുന്നത്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, നാട്ടിൽ ഒരു റെസ്പെക്റ്റ് കിട്ടിയിരുന്ന ഒരാളാണ്, വളരെ ഡിസിപ്ലിനോടെ ജീവിച്ച ഒരാളാണ് ഡ്യൂറിങ് ഹിസ് വർക്കിംഗ് ഇയേഴ്സിൽ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം റിട്ടയർഡ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തനിച്ചായി. പിന്നെ ആൾക്കാരും മറക്കാൻ തുടങ്ങി, ആളെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇഗ്നോർ ചെയ്യുന്നു, എസ്പെഷ്യലി ദ പീപ്പിൾ ഹു റിയലി റെസ്പെക്റ്റഡ് ബിഫോർ ഹിസ് റിട്ടയർമെൻറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു ഫുഡിനൊരു പാക്കറ്റ് കിട്ടുന്നത്. ആ പാക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് അദ്ദേഹം പഠിപ്പിച്ച ഒരു കുട്ടിയുടെ ഫാമിലിയിൽ നിന്നാണ് ആ പാക്കറ്റ് വന്നത്, ഗിഫ്റ്റ് പാക്കറ്റ് വന്നത്. ആ പാക്കിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ഒരു സ്മോൾ പീസ് ഓഫ് പ്രോൺ ഉണ്ടായിരുന്നു. അത് ആ ടൈം ഭയങ്കര എക്സ്പെൻസ് ആയിരുന്നു. പിന്നെ രണ്ടാമതുള്ളത് കുറച്ച് ചാനൽ ചോറാണ്, എന്ന് വെച്ചാൽ ഒരു കൈൻഡ് ഓഫ് മിക്സ്ചർ പോലത്തെ ഒരു സാധനമാണ്. പിന്നീടുള്ളത് റൈസും കറിയുമാണ്. ഈ 3 സാധനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗിഫ്റ്റ് പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇത് ലഭിച്ചപ്പോൾ അദ്ദേഹം ഭയങ്കര ഇമോഷണലി ഓവർവെൽംഡായി. കാരണം ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയത്ത് ആരിൽ നിന്നും ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഫേവേഴ്സോ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പാക്കറ്റ് തുറന്നപ്പോൾ തന്നെ പ്രോണ് ചാനൽ ചോറൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു മിക്സ് ഓഫ് ഫീലിങ്സ് വന്നു. ഷെയിം, ഹങ്ങർ, ഹെൽപ്ലെസ് ആയിട്ടൊരു ഫീലിങ്സാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ് എന്ന് പറയുമ്പം അദ്ദേഹം അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു റിഫ്ലക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് തെറ്റാണോ അതോ ഞാൻ ഈ പ്രോൺസ് കഴിക്കുന്നത് ശരിയാണോ എന്ന് തോന്നി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് തോന്നിയത് ഞാൻ പണ്ട് ക്രിട്ടിസൈസ് ചെയ്ത പോലെ എന്താണോ അതായിട്ടാണോ ഞാനിപ്പോൾ മാറിയതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നത് ഇതിനു വേണ്ടിയാണോ ഞാൻ ലൈഫിൽ വെയിറ്റ് ചെയ്തത്, ഇത്രയും നാൾ നിന്നത് മറ്റൊരാളുടെ ലെഫ്റ്റ് ഓവർ കഴിക്കാനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ഡീപ്പ് ഇന്നർ കോൺഫ്ലിക്ട്സും ഇതിൽ ബിറ്റ്വീൻ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹിസ് പാസ്റ്റ് ഐഡിയൽസ് എന്ന് പറയുമ്പോൾ ഡിസിപ്ലിൻ, ഡിഗ്നിറ്റി, സെൽഫ് കൺട്രോളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസൻറ്റ് റിയാലിറ്റി എന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ലോൺലിനെസ്, ക്രേവിങ്, ഇമോഷണൽ വൾണറബിലിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. ഈ ചെറുകഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി എന്ന് പറയുമ്പം ഇതിൽ പ്രൈഡ്, ഏജിങ്, ലോൺലെസ് ആൻഡ് ഹ്യൂമൻ നീഡിനെ പറ്റിയാണ്. ഒരു കാലത്ത് അദ്ദേഹം ഒരു ഹെഡ് മാസ്റ്ററായി വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിനെ ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലത്തിൽ ആരും തന്നെ ആളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ലോൺലെസ് ലൈഫിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു പഠിപ്പിച്ച കുട്ടിയുടെ ഫാമിലിയിൽ നിന്നൊരു ഗിഫ്റ്റ് പാക്കറ്റ് വരുന്നത്. അതിലാണ് പ്രോൺസ്, ചനാച്ചോറ്, റൈസ് ആൻഡ് കറിയൊക്കെ ഉള്ളത്. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും അദ്ദേഹം പണ്ട് വർക്ക് ചെയ്ത സമയത്ത് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് പിന്നീട് ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം അദ്ദേഹത്തിൻ്റെ ഇന്നർ കോൺഫ്ലിക്ട്സ് ആണ് ഇതിൽ പറയുന്നത്.